അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങോട്ടും പോകാനൊന്നല്ല കേട്ടോ ഞാൻ നിൽക്കുന്നത്. ഡ്രസ്സ് മാറിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് പേര് വരുന്നുണ്ട്. നമ്മുടെ മീറ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വരുമ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡിയായിട്ട് നിന്നതാണ്. അപ്പോൾ ജീവിക്കാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ എന്ത് ചെയ്താലാണ് വിജയിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിശ്രമത്തിലാണ് ഞാനോട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, എന്താണെങ്കിലും നല്ലതിലേക്ക് ആവട്ടെ എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ള വെള്ളമൊക്കെ ഞാൻ ഇവിടെ കലക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തണുപ്പേ ഉള്ളൂ. ചിലപ്പോൾ തണുപ്പ് ഇനി കൂടുതൽ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് തണുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവർ വന്നു കേട്ടോ. അവർ 5-6 ആൾക്കാരുണ്ടായിരുന്നു. അന്ന് നമ്മൾ വാഴാനിയിൽ കൂടിയ പോലെ തന്നെ ചെറിയൊരു മീറ്റിംഗ്, കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ നമ്മളോട് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഓരോ ചോദ്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആകെ കൂടിയിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ എന്താ പറയുക, മുന്നൊന്നും ഇത് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ ഷെയർ ചെയ്തപ്പോൾ അവരെന്നാ നേരിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെ അവർ വന്ന് നമ്മളോടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് കുഴപ്പമില്ലാത്തൊരു ബിസിനസ്സാണെന്ന് തോന്നി. ഞാനതിൽ നല്ല രീതിയിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന തരത്തിലൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒക്കെ പടച്ചവൻ്റെ കയ്യിൽ കിടക്കുന്നത് കാര്യങ്ങളാണ്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും നല്ല വിശദീകരിച്ചിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നു. ഇപ്പോൾ എനിക്ക് ശരിക്കും പറയുക, എനിക്ക് പ്ലാൻ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ അറിയാം, ഒരുവിധമൊക്കെ അറിയാം. പക്ഷെ എന്നാലും കൂടിയിട്ട് നമുക്കൊരു ടെൻഷനും കാര്യങ്ങളുണ്ടല്ലോ, മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയം. അപ്പോൾ ആ ഭയം ഞാനിങ്ങനെ ഇവരൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തപ്പോൾ അവരാണ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും കൂടി വരാം, അപ്പോൾ അത് ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ ഡാമിൽ പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊന്നും ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കണം, അറിയണം എന്നൊക്കെ തോന്നിയത്. അങ്ങനെയാണ് ഇവരെല്ലാവരും വീട്ടിലേക്ക് വന്നതും നമ്മൾ ഇതിന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതും നമ്മുടെ എല്ലാ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതും. പിന്നെ ഷാനി അല്ലേ, ഷാമില, സുലൈഖാത്താനെ പിന്നെ എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ വീട് വെള്ളർക്കാടാണ്. അപ്പോൾ ലാസ്റ്റത്തെ ഒരു സീതാപ്പഴം ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് കമന്റ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ടിച്ചു കൊടുത്താട്ടപ്പോൾ സീതാപ്പഴം പറയും, സീതാമണിക്കായ എന്ന് പറയും, അപ്പച്ചക്ക എന്ന് പറയും. എല്ലാവരും ബൈ പറയും. അവർക്കൊന്നും നമ്മുടെ ചാനലിൽ നിൽക്കാൻ താല്പര്യക്കുറവോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല കേട്ടോ. എനിക്ക് കാരണം ഭയങ്കര ഇഷ്ടമായിട്ട്. ചിലവർ നമ്മളതിനെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നത് മാറി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ്. ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവർ നമ്മളതിനെ എന്താ പറയുക, എടുക്കണില്ലേ നിങ്ങോട് ചോദിക്കുക ചെയ്യുക. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സമാധാനം കേട്ടോ. അങ്ങനെ അത് അവർ പോയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞോ പറയേ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അതല്ല പറയാൻ പറഞ്ഞത്, പഠിച്ചതല്ലേ. മനുഷ്യാവകാശ ഇല്ല മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. അതിന്റെ ഏറ്റവും അടിത്തട്ട മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതികളിൽ കക്ഷി ചേരുക. അപ്പൊ നടുക്കത്താര പറയാ നിയമപാലക അതൊന്നും നടുക്കത്തെ മൂന്നെണ്ണം എവിടെ ഇനിയിപ്പോ പറഞ്ഞത്? 2 എണ്ണല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയണ്ട. അപ്പൊ എന്താ മറ്റേത് പറയാത്ത? പഠിക്കറാ അമ്പടെ കള്ള ഉൾപ്പെടെയുള്ള പൊതുസേവനക്കാരുടെ ഭാഗത്തുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും വൃത്തിയിരുന്ന് പഠിക്കുന്ന സ്ഥലം കണ്ട തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ചു. പിന്നെ കുഞ്ഞുവിനെ പഠിപ്പിക്കലായിരുന്നു കേട്ടോ. കുഞ്ഞു ഒത്തിരി കള്ളത്തരം കാട്ടുകയാണെ പഠിക്കണേലേ. വലിയ ആൻസറൊന്നും പറയില്ല, ചെറിയ ആൻസറുകളൊക്കെ മാത്രമേ എനിക്ക് പറഞ്ഞ് കേൾപ്പിച്ചു തരും. അപ്പോൾ ഞാനത് പഠിക്കുക പറഞ്ഞ് ചീത്ത പറഞ്ഞത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാര മേടിച്ചത് ഞാൻ പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് ഇത് ഇന്നലത്തെ മിഞ്ഞാന്നത്തൊക്കെ വീഡിയോ കൂട്ടി കലർത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം തൃശ്ശൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ പണികളൊക്കെ കഴിച്ചിട്ട് പോവാമല്ലോ. പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ട കഥയായിട്ടാണ് പറയണത്. മൈലാഞ്ചി ഇട്ടു, നമ്മുടെ ശർക്കരയും ജീരകവും ഒക്കെ വെച്ച് മൈലാഞ്ചി ഇടില്ല ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങി. രാത്രിയാകുമ്പോൾ കയ്യിലിട്ടിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ടാണ്. ഉറങ്ങിയതിന് ശേഷം രാവിലെ ചോദിക്കുമ്പോൾ കൈ കറുത്തിട്ട് ആകെ ഒരു ജാതി ഇട്ടിട്ടിരുന്നു.
വൃത്തിയില്ലാത്ത അവസ്ഥയായി. ഈശമ്മോളുടെ കൈമലത്തും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഇപ്പോൾ പാത്രം കഴുകലും തിരുമ്പലൊക്കെ ആയ കാരണം കുറേ ഇങ്ങനെ മാഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ നഖം നന്നായി ചോത്തിട്ടുണ്ട് കേട്ടോ. ഇനി നഖത്തിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഇനി പോകണം, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ കാലിൻ്റെ കാര്യം പിന്നെ പറയണ്ട, കാലിൻ്റെ മുകളിലും വാരി തേച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് ആകെ വെച്ച് തേച്ചിട്ടുണ്ട്, ആകെ വൃത്തിയില്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് പോയി സെറ്റ് ആവാണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വോയിസ് ഓവർ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ ബഹളം കാരണം ശരിക്കും പോലെ ഒന്നും കേൾക്കാണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് വോയിസ് ഓവർ കൊടുക്കാൻ കാരണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദീദി ഷാമ്പു ഉണ്ടല്ലോ, അത് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് 2 വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ കോഴിമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നീർദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചപ്പോൾ ഇങ്ങനെയല്ല നീർദോശ ഉണ്ടാക്കുക, വേറെ രൂപത്തിലാണ് ഉണ്ടാക്കുക പറഞ്ഞിട്ട്. ഞങ്ങളുടെ നീർദോശ ഇങ്ങനെയാണ് എന്താണെങ്കിലും. അപ്പോൾ അത് ആ കോഴിമുട്ടയുടെ പണി ഇപ്പോൾ കഴിയുന്നു തോന്നുന്നു. പിന്നെ ഇശമോള് 2 ഷാളൊക്കെ എടുത്തിട്ട് സാരി കൊടുത്ത് നിൽക്കുക കേട്ടോ. എന്താ പറയുക, ഫാഷൻ ഷോ ആണെന്ന് പറഞ്ഞിട്ട് സാരി കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞു മുട്ട ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, എന്തിനാ അമ്മച്ചി ഈ ഫ്രിഡ്ജ് തുറന്ന് വെറുതെ ഓണാക്കി വെച്ചേക്കണം 4. നമുക്ക് രാവിലെ പരിപ്പും തക്കാളി ഞാൻ കുത്തി കാച്ചിയ കറിയായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ കുഞ്ഞിന് രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ കറി വെച്ചു കേട്ടോ. കറിയൊക്കെ വെച്ച് പിന്നെ കുറച്ച് സ്രാവ് ഉണ്ടായിരുന്നു, അതൊക്കെ വറുത്തു. വൈകിട്ടാട്ടോ അതൊക്കെ ചെയ്തത്. രാവിലെ വെച്ചതാണ്. സ്രാവ് ഞാൻ വറുത്തത് വൈകിട്ടാണ് കേട്ടോ. പിന്നെ അതാ ചോറുണ്ട്. പിന്നെ കുട്ടികൾ ഭയങ്കര ബഹളം കേട്ടോ. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ തേങ്ങ കൊടുന്ന് വെച്ചതിന് കുഞ്ഞു എന്നെ കളിയാക്കുകയാണ്, ഫ്രിഡ്ജിൻ്റെ മുകളിലാണോ തേങ്ങ കൊടുന്ന് വെച്ചേക്കുന്നത് പറഞ്ഞിട്ട് കളിയാക്കുക കേട്ടോ. അപ്പോൾ മുട്ട എടുത്ത് വെച്ചത് ഞാൻ നോക്കിയതാണ്, എവിടെ വെച്ചേക്കണമെന്ന് നോക്കിയത്. അപ്പോൾ അവൻ്റെ അടുത്ത് പറയാം, ഫ്രിഡ്ജ് ഓഫ് ആക്കി ഇടുമ്പോൾ ഒരു സാധനം ഇല്ല, കുറച്ച് മുട്ട മേടിച്ച് വെക്കാനാണോ ഫ്രിഡ്ജ് എന്ന് പറയുക. പിന്നെ ഞാൻ തക്കാളിയും പച്ചമുളകൊക്കെ കൊട്ടയിൽ കൊടുന്നിട്ടിട്ട് ഫ്രിഡ്ജ് അവിടെ വെറുതെ മാറ്റി വെച്ചിരിക്കുക എന്നൊക്കെ പറയാട്ടോ. കുഞ്ഞിനെ ചീത്ത പറയുകയാണ്, കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഇതാ ഇശമോളവിടെ ഭയങ്കര ഡാൻസ് ആട്ടോ. 2 ഷാള് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവൾ വേറെ ലെവലാവും. അപ്പം ഇനി എന്തായാലും കുട്ടികൾക്ക് ചോറ് കൊടുക്കുക. ചോറ് കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കും, 3 ആൾ കൂടിയുള്ള ചോറ് വിളമ്പും, എന്നിട്ട് എല്ലാവർക്കും വാരി കൊടുക്കും കേട്ടോ. വാരി കൊടുത്തതിന് ശേഷം അതേ പ്ലേറ്റിൽ തന്നെ ഞാനും കഴിക്കും. ഒന്നാമത്തെ പാത്രം കഴുകാനുള്ള മടി കൊണ്ടാണ് കൂടുതൽ അങ്ങനെ ചെയ്യണത്. പിന്നെ അവർക്ക് വാരി കൊടുക്കുമ്പോൾ ഇത്തിരി തോനെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്, രാവിലെ ഇനി നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പ്ലാനിങ് കേട്ടോ. അപ്പോൾ ആച്ചൂട്ടൻ എപ്പോൾ ചോദിച്ചാലും പുട്ട് എന്നാണ് പറയുള്ളൂ. ആച്ചൂട്ടൻ പുട്ടുറുമീസാണ്. കുഞ്ഞുവിനാണെങ്കിൽ അത് കേൾക്കണത് കഴിയാട്ടോ. പുട്ട് എന്നാണ് പറയണത്, കുഞ്ഞുവിന് ഇഷ്ടമല്ല. ആച്ചൂട്ടനാണെങ്കിൽ നമ്മൾ നാളെ എന്താ ഉണ്ടാക്കുക ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും പുട്ട് എന്ന്. അപ്പോൾ രാവിലെ ഇനി നീർദോശ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കാണ്. നീർദോശ ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇന്നാളെ ഞാൻ നീർദോശ ഉണ്ടാക്കിയപ്പോൾ ആരോ പറഞ്ഞു നീർദോശയുടെ ഇങ്ങനെയല്ല നീർദോശ ഉണ്ടാക്കുക, ഇത് വേറെയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ കലക്കി ചുട്ട അപ്പം ഒന്ന് അതിന് പേരാക്കാമെന്നൊക്കെ പറയട്ടെ കുഞ്ഞുവിൻ്റെ അടുത്ത്. അപ്പോൾ ഇതാ നമ്മൾ മറ്റേ മൈസൂർ ദാലുണ്ടല്ലോ, അത് വെച്ചിട്ടാട്ടോ കറി. ചുമന്ന പരിപ്പുണ്ടല്ലോ, അതുകൊണ്ടാട്ടോ കറി വെച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങളിതാ ചോറ് വാരി കൊടുക്കുകയാണ്. എല്ലാവർക്കും കൊലായത്ത് വന്നിരുന്നിട്ടാട്ടോ വാരി കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ വാരി കൊടുത്തു. പിന്നെ ഈ ബിസിനസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ. നാളേക്ക് വീഡിയോ കുറവാണേ. അപ്പോൾ നാളെ പോവാന്നുണ്ടെങ്കിൽ നാളെ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ ആക്കാണ്.